നമസ്കാരം. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം യാത്ര ചെയ്യുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ നിബിഡ വനങ്ങളിലേക്കാണ്. അവിടെ ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ മാർജാര വർഗത്തിൽപ്പെട്ട ജീവിയായ ജാഗ്വാറുകളെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പാന്തര ഓങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇവ ഒറ്റയ്ക്ക് ജീവിക്കാനും ഇര തേടാനും ഇഷ്ടപ്പെടുന്ന ഭയപ്പെടുത്തുന്ന വേട്ടക്കാരാണ്. തെക്കുമധ്യ അമേരിക്കൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ജാഗ്വാറുകൾക്ക് ശരാശരി 15 വർഷമാണ് ആയുസ്. 57 കിലോഗ്രാം മുതൽ 100 കിലോഗ്രാം വരെ ഭാരം വരുന്ന ഇവർ പ്രധാനമായും ചെറിയ സസ്തനികളെയും ഉരഗങ്ങളെയുമാണ് ഭക്ഷണമാക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് ഇന്ന് ജാഗ്വാറുകളുടെ സ്ഥാനം. ആമസോൺ വനങ്ങളിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണിവർ. മരമുകളിൽ വിശ്രമിക്കാനും പുഴകളിൽ നീന്താനും ഇവയ്ക്ക് അസാമാന്യമായ വൈദഗ്ധ്യമുണ്ട്. അതിരാവിലെയും സന്ധ്യാസമയങ്ങളിലുമാണ് ഇവ കൂടുതലായും സജീവമാകുന്നത്. കടുത്ത ചൂടുള്ള പകൽ സമയങ്ങളിൽ ഇവ തണലിൽ വിശ്രമിക്കുകയോ വെള്ളത്തിൽ കിടക്കുകയോ ചെയ്യുന്നു. വളരെ വലിയൊരു ഭൂപ്രദേശം ഇവ തങ്ങളുടെ സ്വന്തം അധീനതയിൽ വയ്ക്കാറുണ്ട്. ഒരു ആൺ ജാഗ്വാറിന് ഏകദേശം 80 ചതുരശ്ര കിലോമീറ്റർ വരെ സ്വന്തം അതിർത്തി ഉണ്ടായിരിക്കും. പെൺ ജാഗ്വാറുകൾക്ക് ഇതിൻ്റെ പകുതി. ഇനി നമുക്ക് ഏറ്റവും കൗതുകകരമായ ഒരു വിഷയത്തിലേക്ക് കടക്കാം. കറുത്ത ജാഗ്വാറുകൾ അഥവാ ബ്ലാക്ക് പാന്തറുകൾ. പലരും വിചാരിക്കുന്നത് ബ്ലാക്ക് പാന്തർ എന്നത് മറ്റൊരു വർഗം മൃഗമാണെന്നാണ്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. പുള്ളിപ്പുലികളിലും ജാഗ്വാറുകളിലും കാണപ്പെടുന്ന കറുപ്പ് നിറമുള്ളവയെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് പാന്തർ എന്നത്. ജാഗ്വാറുകളിൽ ഈ കറുപ്പ് നിറമുണ്ടാകുന്നത് മെലാനിസം എന്ന ഒരു സ്വാഭാവിക പ്രക്രിയ വഴിയാണ്. ശരീരത്തിലെ ഒരു പ്രത്യേക ജീനിലുണ്ടാകുന്ന ജനിതക വ്യതിയാനമാണ് ഇതിന് കാരണം. ഭൂമിയിലുള്ള 37 മാർജാര വർഗങ്ങളിൽ 11 എണ്ണത്തിൽ മാത്രമേ ഈ പ്രത്യേകത കാണാറുള്ളൂ. അതിൽ തന്നെ ജാഗ്വാറുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. നിബിഡ വനങ്ങളിലെ പച്ചപ്പിനിടയിലും ഇരുട്ടിലും ഒളിച്ചിരുന്ന് ഇരപിടിക്കാൻ ഈ കറുപ്പ് നിറം ഇവരെ വല്ലാതെ സഹായിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ കറുത്ത ജാഗ്വാറുകളുടെ ശരീരത്തിലും സാധാരണ ജാഗ്വാറുകൾക്കുള്ളതുപോലെയുള്ള പുള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. പുള്ളിപ്പുലികളെയും ജാഗ്വാറുകളെയും തിരിച്ചറിയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ജാഗ്വാറുകളുടെ ശരീരത്തിലെ പുള്ളികൾ വലുതും അതിനുള്ളിൽ ചെറിയ കുത്തുകളുള്ളതുമാണ്. കൂടാതെ പുള്ളിപ്പുലികളേക്കാൾ വലിയ തലയും ശക്തമായ പേശികളുമുള്ളത് ജാഗ്വാറുകൾക്കാണ്. ഒരു ജാഗ്വാർ ഇരപിടിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു കെയ്മൻ മുതലയെ വേട്ടയാടുന്നത് എങ്ങനെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. ജാഗ്വാറുകളുടെ ആഹാരത്തിൽ 24% ഇത്തരം കെയ്മൻ മുതലകളാണ്. വെള്ളത്തോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജാഗ്വാറുകൾ വളരെ തന്ത്രപരമായാണ് മുതലകളെ വേട്ടയാടുന്നത്. ആദ്യപടിയായി നദീതീരങ്ങളിലോ വെള്ളത്തിലോ ഒളിഞ്ചിരിക്കുന്ന മുതലകളെ ജാഗ്വാർ വളരെ രഹസ്യമായി നിരീക്ഷിക്കുന്നു. മികച്ച കാഴ്ചശക്തിയും കേൾവിശക്തിയുമുള്ള ജാഗ്വാറുകൾ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി മുതലയുടെ അടുത്തേക്ക് നീങ്ങുന്നു. ചിലപ്പോൾ വെള്ളത്തിലൂടെ നീന്തിയും ഇവർ ഇരയുടെ അടുത്തെത്താറുണ്ട്. മുതല ഒന്നും അറിയാതെ വിശ്രമിക്കുന്ന ആ കൃത്യമായ നിമിഷത്തിൽ ജാഗ്വാർ അതിവേഗം ആക്രമിക്കുന്നു. ഒറ്റ കുതിപ്പിന് കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന യാഗ്വാർ എന്ന തദ്ദേശീയ വാക്കിൽ നിന്നുമാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത് തന്നെ. മറ്റ് വലിയ പൂച്ചവർഗ്ഗങ്ങൾ ഇരയുടെ കഴുത്തിൽ കടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോൾ ജാഗ്വാറുകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ താടിയെല്ലുകളുള്ള കാട്ടുപൂച്ചകളാണിവർ. മുതലയുടെ പുറകിൽ നിന്ന് ചാടി വീഴുന്ന ജാഗ്വാർ തൻ്റെ കൂറൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് മുതലയുടെ തലയോട്ടി അല്ലെങ്കിൽ കഴുത്തിന് പിന്നിലെ അസ്ഥിയൊറ്റക്കടിക്ക് തകർക്കുന്നു. എത്ര കട്ടിയുള്ള മുതലയുടെ തൊലിയും
തലയോട്ടിയും തുളച്ചു കയറാൻ ഇവരുടെ പല്ലുകൾക്ക് സാധിക്കും. ഒറ്റയടിക്ക് ഇരയുടെ മരണം ഉറപ്പാക്കിയ ശേഷം മാംസഭോജികളായ ഓബ്ലിഗേറ്റ് കാർണിവോർസ്. ഇവർക്ക് ജീവിക്കാൻ മാംസം മാത്രമേ കഴിക്കാൻ സാധിക്കൂ. കാട്ടിലെ 85ഓളം വ്യത്യസ്ത ജീവികളെ ഇവ വേട്ടയാടുന്നു. വലിയ മൃഗങ്ങളെ വേട്ടയാടിയാൽ പിന്നെ 4 ദിവസത്തേക്ക് ഇവർ മറ്റൊന്നും കഴിക്കാറില്ല. കെയ്മൻ മുതലകളെ കൂടാതെ കന്നുകാലികൾ 32%, മാനുകൾ 5%, പെക്കാറികൾ 21% എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ശരാശരി 5.7 കിലോ ഭക്ഷണമാണ് ഒരു ദിവസം ജാഗ്വാറിന് ആവശ്യം. ഇവരുടെ ശരീരഘടനയും ഈ വേട്ടയാടലിന് അനുയോജ്യമായ രീതിയിലാണ്. അസാമാന്യമായ കേൾവിശക്തി, പിൻവലിക്കാൻ കഴിയുന്ന കൂർത്ത നഖങ്ങൾ, ശക്തമായ ദഹനപ്രക്രിയ എന്നിവ ഇവയ്ക്കുണ്ട്. ഇവരുടെ പേശികൾ രൂപപ്പെട്ടിരിക്കുന്നത് വേഗത്തിൽ ഓടാനല്ല, മറിച്ച് അമിതമായ കരുത്തു പ്രയോഗിക്കാനാണ്. ലയൺ, ടൈഗർ, ലെപ്പേർഡ് എന്നിവരാണ് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ഇനി ഇവരുടെ പ്രത്യുൽപാദന രീതികൾ നോക്കാം. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിലും ഇണയെ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക വഴികളുണ്ട്. പെൺ ജാഗ്വാറുകൾ പ്രത്യേകതരം ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ് ആൺ ജാഗ്വാറുകളെ ആകർഷിക്കുന്നത്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് ഇവർ കൂടുതലായും ഇണചേരുന്നത്. കാരണം ഈ സമയത്താണ് കാട്ടിൽ ഏറ്റവും കൂടുതൽ ഇരകളെ ലഭിക്കുന്നത്. ഗർഭിണിയായ ജാഗ്വാർ 100 ദിവസങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് ജന്മം നൽകുന്നു. സാധാരണയായി ഇരട്ടക്കുട്ടികളാണ് ഉണ്ടാകാറ്. ജനിക്കുമ്പോൾ കണ്ണ് കാണാത്ത ഈ കുട്ടികൾ 2 ആഴ്ച കഴിയുമ്പോഴാണ് കണ്ണു തുറക്കുന്നത്. 6 മാസം പ്രായമാകുമ്പോൾ തന്നെ അമ്മയോടൊപ്പം ഇവർ ഇര തേടാൻ പഠിച്ചു തുടങ്ങുന്നു. 1.5 വർഷം കഴിയുമ്പോൾ കുട്ടികൾ സ്വന്തം വഴി തേടി പോവുകയും 2 മുതൽ 3 വരെ വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുകയും ചെയ്യുന്നു. ഒരു കാലത്ത് അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ മുതൽ അർജന്റീന വരെ വ്യാപിച്ചു കിടന്നിരുന്ന ജാഗ്വാറുകൾ ഇന്ന് ആമസോൺ കാടുകളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. പണ്ടുള്ളതിൻ്റെ 46% സ്ഥലത്ത് മാത്രമേ ഇവ ഇപ്പോൾ ഉള്ളൂ. വെറും 15,000 ജാഗ്വാറുകൾ മാത്രമാണ് ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത്. മനുഷ്യരാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു. കൃഷിക്കും കന്നുകാലി വളർത്തലിനുമായി കാട് വെട്ടിത്തെളിക്കുന്നത് ഇവരുടെ വാസസ്ഥലം ഇല്ലാതാക്കുന്നു. കൂടാതെ തങ്ങളുടെ കന്നുകാലികളെ പിടിക്കാൻ വരുമ്പോൾ മനുഷ്യർ ഇവയെ കൊന്നൊടുക്കുന്നു. 1960കളിൽ ബ്രസീലിലെ ആമസോൺ കാടുകളിൽ നിന്ന് മാത്രം 18,000 ജാഗ്വാറുകളുടെ തോലുകളാണ് നിയമവിരുദ്ധമായി വിറ്റഴിക്കപ്പെട്ടത്. പുരാതന മായൻ സംസ്കാരത്തിൽ അധോലോകത്തിൻ്റെ ദൈവമായും കരുത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായും ജാഗ്വാറുകളെ ആരാധിച്ചിരുന്നു. പ്രശസ്ത വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ തങ്ങളുടെ ലോഗോ ആയി ഈ മൃഗത്തെ തെരഞ്ഞെടുത്തതും ഈ കരുത്തുകൊണ്ടാണ്. മനുഷ്യൻ്റെ കടന്നുകയറ്റം കാരണം ഈ മനോഹരമായ വർഗം ഇന്ന് ഭൂമിയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത്തരം വേട്ടക്കാരുടെ നിലനിൽപ്പ് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.